ഒരു കള്ളത്തരവില്ല. നീ ഇപ്പൊ പോയിക്കേ. ആബ്സല്യൂട്ട്ലി. ഓക്കെ, ഞാൻ വരാം. ഓ, അത്രയും ലോഡ്സ് തരാൻ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1000 പീസസ് ഒക്കെ കാണും. ഐ തിങ്ക് ഐ എം യൂഷ്വലി ബിസി ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ സ്കൂളിൽ ഞാനാണ് ലൈക്ക് ഡൊണേറ്റർ. അപ്പോൾ ആക്ച്വലി എനിക്ക് എവിടെ ഇപ്പോൾ മീറ്റിങ്ങിലൊക്കെ എന്നെ ചേച്ചി പങ്കെടുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേച്ചിയാണെങ്കിൽ എന്നെ വെറുതെ വിടുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസമായിട്ട് കമ്പനിയിൽ വരായിരുന്നത്. സോ കമ്പനിയുടെ ഒരു കാര്യങ്ങൾക്കും ഒരു വ്യത്യാസവും പാടില്ല. ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു ആ കമ്പനി കൊണ്ട് നടന്നിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം. എന്തായാലും ഒരു 1000 പീസസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുണ്ടാകും. അത് കൊടുത്തേക്ക്. അതിൽ കൂടുതൽ ചോദിച്ചാൽ കൊടുക്കണ്ട. നോ നോ നോ, ഇനി ലീവ് എടുക്കില്ല. ഇല്ല ആൻറ്റി. ഓ യെസ്, എനിക്ക് ആൻറ്റിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാട്ട്? പറ ആൻറ്റി. ഒരു പ്രശ്നമുണ്ട്. നാളെയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ക്യാമ്പ് പോകുന്നത്. അപ്പോൾ അതിന് ഇന്ന് എന്നെ സമ്മതപത്രം എഴുതി കൊണ്ടു കൊടുക്കണമെന്നാ പറഞ്ഞ്. അമ്മയാണെങ്കിൽ ഇതുവരെയായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? ആൻറ്റി എനിക്കൊരു സമ്മതപത്രം എഴുതി തരുമോ? വാട്ട്? ക്യാമ്പിനോ? I think you try to enjoy with your friends. No, എനിക്ക് ആ പാരന്റ് ഗ്യാങ്ങിന് മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ട്. ഓ ഷീ, സത്യം പറയാലോ, എനിക്ക് ആ കുട്ടികളെ കാണുന്നത് ഇഷ്ടമല്ല. അഹങ്കാരികളാ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിന് പോകുന്നത്. എനിക്കറിയാം അവരെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് സമ്മതപത്രം കൊണ്ട് വരുമെന്ന്. അവർ വീട്ടിലായി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവരെ വീട്ടിലുണ്ടാവും. എനിക്കറിയാം ആൻറ്റി, അവർ വീട്ടിൽ കാണും. ആൻറ്റി എനിക്കൊരു സമ്മതപത്രം എഴുതി തരുമായിരുന്നെങ്കിൽ. സമ്മതപത്രം എന്തിനാ? ഞാൻ തന്നെ നിന്റെ കൂടെ വരാലോ. ഓ ആൻറ്റി, ആൻറ്റി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ ആൻറ്റി ലീവ് എടുക്കാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടിയല്ലേ? ഐഡോ പോയിന്റ് ദാറ്റ്. നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണും കൂടി വേണം. അവരുടെ സ്മാർട്ട്നെസ് എനിക്കൊന്ന് കുറച്ച് കൊടുക്കണം. അവരുടെ അഹങ്കാരം എനിക്കൊന്ന് കുറച്ച് കൊടുക്കണം. ഓ ആൻറ്റി, യു ആർ ദ ബെസ്റ്റ് ആൻറ്റി. താങ്ക് യു. എന്നാലും ആൻറ്റി എന്റെ കൂടെ വരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആൻറ്റിക്ക് എന്താ അവരോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്കറിയാം ആൻറ്റിക്ക് അവരോട് നല്ല ദേഷ്യമുണ്ടെന്ന്. ദേഷ്യമുണ്ട് എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ട്. എന്നെ ആരും അവരെ പോലെ അപമാനിച്ചിട്ടില്ല. അതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ റൊട്ടീൻസ് വരെ മാറ്റിവെച്ച് ടുമോറോ ലീവ് കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചത്. ആന്റി എന്തായാലും വരുമല്ലോ? ഓഫ് കോഴ്സ് ഐ വിൽ കം. ആന്റി എന്തൊക്കെയാ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നേ? ഒന്ന് പറയോ? വെയിറ്റ് ആൻഡ് സീ. ഓക്കേ ആന്റി. ഇതാർക്കാ വിളിക്കണേ? അതെന്നെ താത്ത, അതെന്നെ പറഞ്ഞ ശരിയാണേ. ഇപ്പൊക്കത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ. പറയാണ്ടോ, 24 മണിക്കൂർ ഫോണുമില്ല. ഇവിടെ ഉസ്മാന്റെ പണി തന്നെ. പാത്തു പിന്നെയും കളിക്കാൻ പോകും. പാത്തുന് പിന്നെ പാറൊക്കെ ഉണ്ടല്ലോ, ഓൾ അങ്ങനെ പോകും. ഉസ്മാനെ കളിക്കാൻ കൂട്ടുകാരുണ്ടെങ്കിലും കളിക്കാൻ പോയാലും തന്നെ ഓളിപ്പം പോയി പബ്ജി കളിക്കുക. ഇതെന്നെ പണി. ഇമ്മ ആർക്കേ വിളിക്കണേ? അറിയാമത്തെ പറഞ്ഞൊക്കെ ശരിയാ. ഇപ്പത്തെ കുട്ടികൾ ഈ ഫോൺ കൊണ്ട് തന്നെ ഇങ്ങനെ പഠിക്കാണ്ടൊക്കെ ആയത്. മറിയാമത്താത്തയാണ്. ഉസ്മാനൊക്കെ ഫുള്ള് എ ഗ്രേഡ് ഉണ്ടായിരുന്നതാ. ഇപ്പൊ 1 മാർക്ക് ചെയ്യാ. എന്തുകൊണ്ടാ? ഈ ഫോൺ കൊണ്ട് തന്നെ കൊടുക്കാതിരുന്ന ചെക്കൻ പേരെ പൊളിച്ചിടും. ഓ മറിയാമത്തായിരുന്ന ഇപ്പോഴൊന്നും ഇനി വെക്കും തോന്നില്ല. ഇമ്മച്ചേ, അത് പാത്തു വന്നുകൊണ്ട് കളിക്കണ്ടോടുന്ന്. എന്തിയേ? ഇമ്മച്ചി ഫോൺ നോക്കി നോക്കാ. പാത്തുവിനെയും മിന്നുവിനൊക്കെ വിട്ടത്തേ. എങ്ങോട്ട് വിട്ടിക്കുക? ക്യാമ്പിനോ? അതിനെ മുന്നും ഫോൺ നോക്കാ. ഒരൊക്കെ മെസ്സേജ് ഇട്ടുകൊള്ളതാ. മറിയാമത്ത, ഇവിടെ ക്യാമ്പിന് സ്കൂളിൽ നിന്ന് ക്യാമ്പ് ഉണ്ട് അത്ര. ഒരു ദിവസം രാത്രി നിക്കണത്രേ. ഞാൻ എങ്ങനെയാ ഓളെ വിടുക? ഓള് പെരേന്ന് മാറിക്കാത്ത ആളല്ലേ. ഞാൻ ഓളെ വെട്ടിയില്ല. ഓളെപ്പോഴൊന്നും വിടൂലെന്ന് ഇത് വിചാരിച്ചിരുന്നു ഞാന്. ഓരൊക്കെ വിട്ടിക്കണല്ല. ഇപ്പൊ എന്തിനാ ഓളെ വിടേ? ഒപ്പുള്ളവര് പാറുവിനും മിന്നുവിനെയൊക്കെ വിട്ടിക്കണത്രേ. ഇനിയിപ്പൊ ഞാൻ എന്താ ഓളെ വിടായിരുന്നു? ഓരൊക്കെ എന്താ വിചാരിക്കാന്നാവോ? ഞാൻ എന്താ പാത്തുവിനെ വിടല മറിയാമത്ത? പേടിയാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ വിടാനേ. എന്താ കാട്ടാച്ചിട്ടാ? വല്ല കൊയിലും കൊണ്ടിലൊക്കെ ഈ മഴക്കാലത്ത് പോയി വീണിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. സ്കൂൾ ശരിക്ക് തുടങ്ങിയിട്ടൊന്നും ഇല്ല. അവിടെതാണ് ട്യൂഷന്. പ്രൈവറ്റ് സ്കൂളല്ലേ, തോന്നിയ മാതിരി കാട്ടാലോ. ശരിക്ക് ജൂൺ 1 തുറക്കും. ഇനിയിപ്പൊ അതിന്റെ ബുക്കും ബാഗും കൊടക്കെടുക്കാൻ പോണ വേറെ കാര്യം. ഇമ്മാന്ന് വെച്ചിട്ട് വാട്സപ്പ് നോക്കി. പെണ്ണ അവിടെ നിക്ക്. എന്നിട്ടോ മുത്തുമോനിപ്പോ എങ്ങനെയുണ്ട്? 10 10+ ഉണ്ടാ? മാഷാല്ലാ. ഇനി എന്താ എടുക്കണേ? സയൻസ് ആയിരിക്കും. അതെടുത്തോട്ടെ. ഓന് ഇഷ്ടമല്ല എടുക്കട്ടെന്ന്. എവിടേക്ക് കൊടുത്തുന്നിട്ടേ? പോയാ വിളിച്ച് ഇമ്മ. എന്താണ്? ഞാൻ വാട്സപ്പ് ഒന്ന് നോക്കട്ടെ എന്നാല്. ശരിയാണല്ലോ, 2 ആളെ വിട്ടിക്കണെന്നുള്ള മെസ്സേജ് വന്നിക്കണല്ലോ. ഞാൻ എന്നെ വിട്ടെന്ന് മെസ്സേജ് അയക്കല്ലേ? അതിനാണിത്. അല്ലേ വേണ്ട, ഒന്ന് വിളിച്ചു നോക്കും അവർക്ക്. അത് വേണ്ട. അതെന്നേത്താ വിളിച്ചാലേ? വിളിക്കണ്ടമ്മ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിക്കണല്ലോ. എന്തോ കള്ളത്തരുണ്ടല്ലോ ഇതിന്. ഒരു കള്ളത്തരൂല്ല. എന്നാ ശരി, വിളിക്കണില്ല. എന്നാലേ ഞാൻ ഉമ്മാനോട് ചോദിച്ചോക്കട്ടെ. ഉമ്മയും കൂടി അയച്ചാ എന്നെ വിടാം. ഇപ്പൊ വല്യമാരുടെ സമ്മതം വാങ്ങണം. വല്ലാത്തൊരു കഷ്ടമാണ് ഇതൊക്കെ. അല്ല, ഇപ്പൊ വല്യമാരുടെ സമ്മതം എങ്കിൽ ഉമ്മ ചോർക്കും പോകില്ലാത്ത വരി. ഒന്ന് ബാക്കിലോട്ട് നോക്കി. വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പറയായിരുന്നേ, വല്യമ്മാന്റെ സമ്മതം കൂടി കിട്ടിയിട്ടേ ഞാൻ ക്യാമ്പിന് പോവുള്ളൂ എന്ന്. വല്യമ്മ, ഞാൻ ക്യാമ്പിന് പോട്ടെ?
ഞാൻ നമ്മളെ പറ്റി പടച്ച് പറയുന്നേക്കാ നമ്മള് കേട്ടിട്ടാ ഇത്ര ഉള്ളിലടി എനിക്ക് എന്നോടുള്ള സ്നേഹം അനക്കറിയോ ഈ കയ്യിലടി ഞാൻ കുളിപ്പിച്ചത് ചെറുപ്പത്തില് ഈ കയ്യിലാണ് അന്ന് നമ്മൾ എടുത്തു നടന്നത് അതിന്റെ വല്ല നന്ദി ഉണ്ടോ എനിക്ക് വെല്ലിമ ഞാനേത് നിങ്ങള് ഞാൻ അങ്ങനെ പറഞ്ഞല്ല അനക്കപ്പോ എന്റെ സമ്മതം ഒന്നും വേണ്ടല്ലോ എന്റെ ഉമ്മാന്റെ സമ്മതം കിട്ടിയില്ലേ ഞേണ്ടാച്ച പോയിക്കോ നമ്മളോടൊന്നും ചോദിക്കണ്ട അങ്ങനെ പറയില്ലേ വല്യമ്മ നിങ്ങള് മുട്ടല്ലേ ഒന്നും പറയണ്ട നമ്മളെ കയ്യിലെടുത്ത് നടന്നിരുന്നു ഇതൊക്കെ മറന്നുപോയി സാരില്ലേ വല്യമ്മ നിങ്ങൾക്ക് അത് നിലത്ത് വെച്ചാ പോരായിരുന്നു എന്നെ ഇതെന്നെ കേക്കണടി ഞാന് അന്നെ നോക്കിയത് ഞാൻ ഇതെന്നെ കേക്കണം സൈന്യോ ഒന്ന് പറഞ്ഞു കൊടുക്കടി ഞാൻ ഓളെ എത്ര ഇടങ്ങറായിട്ട് നോക്കിയിരുന്നത് ഇന്നെങ്ങളെ ക്യാമ്പിന് വിടുവല്യമ്മ അത്